റൗണ്ട് ദ ഗ്ലോബിലേക്ക് സ്വാഗതം. 2019 പിറന്നപ്പോൾ അമേരിക്കയിലെ ഏതാണ്ട് 8 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം കിട്ടാതെ കഷ്ടത്തിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 3 ആഴ്ചയായി അമേരിക്കയിൽ ഗവൺമെൻറ് തന്നെ അടച്ചുപൂട്ടിയ മട്ടിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട കാരണം വൈറ്റ് ഹൗസും US കോൺഗ്രസും തമ്മിലുള്ള തർക്കം തന്നെ. ട്രംപ് പ്രതിനിധാനം ചെയ്യുന്നത് വൈറ്റ് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന ഇപ്പോൾ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ആദ്യകാല കുടിയേറ്റക്കാരുടെ മക്കളോ ചെറുമക്കളോ ഒക്കെയാണ്. അവർക്ക് വേണ്ടിയാണ് ട്രംപ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പരാതി മെക്സിക്കോയിൽ നിന്ന് ലാറ്റിൻ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ മെക്സിക്കോ അമേരിക്കൻ അതിർത്തി കടന്ന് അമേരിക്കയിലെത്തുകയും തങ്ങളുടെ തൊഴിലും തങ്ങളുടെ ജീവനോപാധിയും ഒക്കെ കാട്ടെടുക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു. അതുകൊണ്ട് മതിൽ പണിയുന്നതിലുള്ള ഒരു പ്രത്യേകമായ നിർദ്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കക്കാരുടെ മുമ്പിൽ വെച്ചത്. ഏതാണ്ട് $500 കോടി വരുന്ന ഒരു മതിലാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. എവിടെ നിന്ന് കിട്ടും ഈ $500 കോടി എന്ന വിഷയം ഉയർന്നു വന്നു. അമേരിക്കയിലെ ഇത്രയധികം സംഖ്യ ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട് കിട്ടണമെങ്കിൽ US കോൺഗ്രസ് ഒരു ബില്ല് പാസ്സാക്കണം. അമേരിക്കൻ കോൺഗ്രസ് പറയുന്നത് $500 കോടി ചെലവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു മതിൽ പണിയേണ്ട എന്നാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ വാദം ഈ മതിൽ പണിയാനുള്ള കാശ് മെക്സിക്കോ നൽകണമെന്നാണ്. മെക്സിക്കോയിലാകട്ടെ ഒരു ഇടതുപക്ഷ വിപ്ലവകാരിയാണ് ഇപ്പോൾ പ്രസിഡൻ്റായി അധികാരമേറിയിരിക്കുന്നത്. US കോൺഗ്രസും വൈറ്റ് ഹൗസും തമ്മിലുള്ള തർക്കം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ സസ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലെത്തിയത്. ഇനി ഡൊണാൾഡ് ട്രംപ് തൻ്റെ കമ്പനിയിൽ നിന്ന് കാശെടുത്തിട്ട് മെക്സിക്കോയിൽക്കും US-നും ഇടയിലും മതിൽ പണിയേണ്ട അവസ്ഥയാണുള്ളത്. നാം ആരും മാധ്യമങ്ങളും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവം ഇസ്രായേലിലുണ്ടായി. ഇസ്രായേലിലെ പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകൻ റോണൻ ബർഗ്മാൻ എന്ന ഒരാൾ, അദ്ദേഹം റൈസ് ആൻഡ് കിൽ ഫസ്റ്റ് എന്ന പേരിലൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നതിന് ശേഷം ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി അയൽപക്ക രാജ്യങ്ങളെ ആക്രമിക്കുക മാത്രമല്ല, അയൽപക്കത്തുള്ള ഫലസ്തീൻകാരായ ആളുകളെ കൊല്ലുക എന്നതുകൂടിയായിരുന്നു. അതായത് മധ്യപൗരസ്ത്യ ദേശത്ത് ഭീകരപ്രവർത്തനം എന്ന് പറഞ്ഞത് കൊണ്ടുവന്നത് മധ്യപൗരസ്ത്യ ദേശത്തെ ഒരേ ഒരു ജനാധിപത്യ രാജ്യം എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇടയ്ക്കിടെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലാണ്. ബർഗ്മാൻ പറയുന്നത് ഇസ്രായേലിലെ 2 ചാരസംഘടനകൾ, ഒന്ന് ഷിൻബത്ത്, വേറൊന്ന് മൊസാദ്, ഈ 2 ചാരസംഘടനകളുടെയും രഹസ്യരേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നാണ്. പലസ്തീൻ നേതാവായിരുന്ന അബു യാസാൻ, ഹമാസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖ് യാസീൻ, ഹമാസിൻ്റെ മറ്റൊരു പ്രഗത്ഭ നേതാവായ മഹ്മൂദ് അൽ മബൂഹ് തുടങ്ങി ചെറുതും വലുതുമായ ഒട്ടനേകം നേതാക്കന്മാരെ നിയമവിരുദ്ധമായി കൊല ചെയ്തതിൻ്റെ വിവരണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതിലേറ്റവും രസകരമായ ഒരു കാര്യം, യാസിർ അറഫാത്തിനെ കൊല്ലുന്നതിന് വേണ്ടി അവരെ മൊസാദും ഷിൻബത്തും കൂടി ചേർന്ന് ആവിഷ്കരിച്ച പല തന്ത്രങ്ങളിലൊന്ന് ബർഗ്മാൻ ഉദ്ധരിക്കുന്നതാണ്. ബർഗ്മാൻ പറയുന്നു, മൊസാദിൻ്റെ ഏജൻറ്റുമാർ ഒരു ഫലസ്തീൻകാരനായ ചെറുപ്പക്കാരനെ, ജയിലിലിട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അയാൾ ഹിപ്നോട്ടൈസ് ചെയ്ത് ഏതോ 5-6 മാസം എടുത്തിട്ട് അയാളുടെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അയാളെ യാസിർ അറഫാത്തിൻ്റെ ശത്രുവാക്കി മാറ്റി. അതിനുശേഷം പിന്നെ പടിഞ്ഞാറക്കരയിലേക്ക്, അതായത് ജോർഡാനിലേക്ക് അയാളെ വിട്ടു. കയ്യിൽ ആവശ്യത്തിനുള്ള ആയുധങ്ങൾ, മറ്റ് ആളുകളെ കൊല്ലുന്നതിന് ഉപയോഗിക്കുന്ന വിഷസാധനങ്ങൾ, ഇതെല്ലാം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. യാസിർ അറഫാത്തിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഫലസ്തീൻകാരനാണ്, അതല്ലാതെ അവരുടെ 5-6 മാസത്തെ മസ്തിഷ്ക പ്രക്ഷാളനം ഞാനൊരു തമാശയോടുകൂടി അവർ പറയുന്നത് പോലെ അനുസരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് യാസിർ അറഫാത്ത് നിഗൂഢമായ രോഗം ബാധിച്ച് മരിച്ചതിൻ്റെ പിന്നിൽ ഇസ്രായേലികൾ തന്നെയാണ് എന്ന്
ബെർഗ്മാൻ സൂചിപ്പിക്കുന്നുണ്ട്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ എല്ലാവിധത്തിലും സൂക്ഷ്മമായ നിരീക്ഷണവും കർക്കശമായ അച്ചടക്കവും പാലിക്കുന്ന ഒരു പോലീസ് സ്റ്റേറ്റായി സിങ്കിയാങ് മാറിയിട്ടുണ്ട്. എന്തൊക്കെ ഭീകരമായ രീതിയിലാണ് ആ നാട്ടിലെ ജനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ ശ്രമിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഉദാഹരണത്തിന് അവിടെ വൈഗൂർ മുസ്ലിങ്ങളുടെ ചരിത്രം പറയുന്ന പുസ്തകങ്ങൾ വീടുകളിൽ സൂക്ഷിക്കാൻ പാടില്ല. താടി വളർത്തുന്നത് സിങ്കിയാങ്ങിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആരെങ്കിലും നമസ്കരിക്കുന്നതിനായി മുസല്ല കൈവശം വെക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. മദ്യപിക്കാതിരിക്കുന്നതും പുകവലിക്കാതിരിക്കുന്നതും പന്നിയിറച്ചി കഴിക്കാതിരിക്കുന്നതുമൊക്കെ കുറ്റകൃത്യമാകുന്ന ഒരേ ഒരു രാജ്യമായിരിക്കും ചൈന. അതിനു പുറമെ സിങ്കിയാങ്ങിൽ പല ഭാഗത്തായിട്ട് പുനർവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് CIA അവരുടെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചു തന്നിരിക്കുന്നു. പുനർവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 10 ലക്ഷം പേരാണ് ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസത്തിൻ്റെയും മതവിരോധത്തിൻ്റെയും നാസ്തികതയുടെയും പോരിഷ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സിങ്കിയാങ്ങിലെ തലസ്ഥാനമായ ഉറുഞ്ചി എന്ന സ്ഥലത്ത് സ്വകാര്യ വീടുകളിൽ വരെ CCTV ക്യാമറകൾ വെച്ചിരിക്കുന്നു. അതിനേക്കാളും വിചിത്രമായൊരു കാര്യം, ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് അവിടെ ഒരു നിയമലംഘനമായി കണക്കാക്കപ്പെടുന്നു എന്നതാണ്. ഇതിനെതിരെ സംസാരിച്ചിരുന്നവരെ ജയിലിലിടുന്നു. ഉദാഹരണത്തിന് ഇൽഹാം തഗ്ദി എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജീവപര്യന്തം തടവിന് ഇപ്പോൾ ജയിലിലാണ്. മിക്കവാറും നൊബേൽ സമ്മാനത്തിന് വരെ അർഹതയുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇൽഹാം തഗ്ദി എന്ന് കേൾക്കുന്നു. വളരെ രസകരമായ മറ്റൊരു സംഭവം കൂടി, ആധുനിക സാങ്കേതിക വിദ്യ ചില വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുന്നതിൻ്റെ ഉദാഹരണമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഒരു കാലത്ത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന റെക്കോർഡുകൾ, മ്യൂസിക് റെക്കോർഡുകൾ, ചലച്ചിത്ര ഗാനങ്ങളുടെ റെക്കോർഡുകളൊക്കെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്ന കമ്പനി ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ഒരു നായ ഒരു മെഗഫോണിൻ്റെ മുമ്പിലിരിക്കുന്ന പ്രശസ്തമായ ലോഗോ ഉപയോഗിക്കുന്ന HMV, ഏതാണ്ട് 100 വർഷക്കാലത്തെ പ്രായമുള്ള HMV അതിൻ്റെ ജന്മസ്ഥലമായ ബ്രിട്ടനിൽ ക്രമേണയായി സ്റ്റോറുകളൊക്കെ അടച്ചുപൂട്ടി മിക്കവാറും ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഡിജിറ്റൽ മ്യൂസിക് വന്നതോടുകൂടി DVD വാങ്ങുന്നതിന് ആളില്ലാതായി. അതിനു മുമ്പ് തന്നെ DVD വന്നതോടുകൂടി കസറ്റുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാമല്ലോ. അറൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു.